ഹലോ ഓൾ, എല്ലാവർക്കും ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വൈറോയിഡ്സിനെ കുറിച്ചാണ് അല്ലെ. അപ്പൊ നമ്മുടെ എക്സാംസിന് സ്ഥിരമായിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പില് വൈറോയിഡ്സുകളെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് വൈറോയിഡ്സിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് മൊത്തത്തിൽ ഒന്ന് ക്ലിയർ ചെയ്താലോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വൈറോയിഡ്സ്. അപ്പൊ എന്താണ് വൈറോയിഡ്സ് എന്ന് പറയുന്നത്? വൈറോയിഡ്സ് ആർ ദ ഇൻഫെക്ഷ്യസ് RNA മോളിക്യൂൾ അല്ലെ. അതെന്താണ്? ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള RNA മോളിക്യൂൾസ് ആണ്. വൈറസുകളെക്കാൾ സ്മോളർ ആയിട്ടുള്ള ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ വൈറോയിഡ്സ് എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ടും പ്ലാന്റുകളിലാണ് ഡിസീസ് കോസ് ചെയ്യുന്നത്. അപ്പൊ പ്ലാന്റുകളിൽ ഡിസീസ് കോസ് ചെയ്യുന്ന വൈറസുകളെക്കാൾ ചെറിയ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ വൈറസുകളെക്കാൾ ചെറിയ ഇൻഫെക്ഷ്യസ് RNA മോളിക്യൂൾ ആണ് എന്തെന്ന് പറയുന്നത്? വൈറോയിഡുകൾ എന്ന് പറയുന്നത്. ഇനി ഇവ എന്താണ്? ഇവിടെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ സ്മോളസ്റ്റ് നോൺ ഏജന്റ് ഓഫ് ഇൻഫെക്ഷൻ ആണ്. ഇവയ്ക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ഒരു സിംഗിൾസ് അല്ലെ സർക്കുലർ ഷേപ്പിലുള്ള RNA ആണ് ഇവയുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇവിടെ എന്തില്ല? പ്രോട്ടീൻ കോട്ട് ആബ്സെന്റ് ആണ് അല്ലെ. മെയിൻ വ്യത്യാസമാണ് വൈറസും വൈറോയിഡും തമ്മിലുള്ളത്. ഇവയ്ക്ക് എന്തില്ല? പ്രോട്ടീൻ കോട്ട് ആബ്സെന്റ് ആയിട്ടുള്ളതാണ്. ഇനി ഇവര് ജനറലി അനിമൽസിനെ അങ്ങനെ അഫക്ട് ചെയ്യുന്നില്ല. ഇവരുടെ മെയിൻ അല്ലെങ്കിൽ ഇവർ പ്രധാനമായിട്ടും ഇൻഫെക്ട് ചെയ്യുന്നത് ആരെയാണ്? പ്ലാന്റുകളെയാണ് ഈ വൈറോയിഡുകൾ ഇൻഫെക്ട് ചെയ്യുന്നത്. സോ അനിമൽസിനെയോ ഹ്യൂമൻസിനെയോ ഇവർ ഇൻഫെക്ട് ചെയ്യുന്നില്ല, പ്ലാന്റുകളെയാണ് ഇൻഫെക്ട് ചെയ്യുന്നത്. അപ്പൊ ഒന്നുകൂടി നോക്കാം. വൈറോയിഡ്സ് എന്ന് പറഞ്ഞാൽ വൈറസിനേക്കാൾ സ്മോൾ ആയിട്ടുള്ള ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന RNA മോളിക്യൂൾസ് ആണ് അല്ലെ. RNA മോളിക്യൂൾസ് ആണ് നമ്മുടെ വൈറോയിഡ്സ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഇവർ എന്താണ്? പ്ലാന്റ്സിനെയാണ് കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത്. അനിമൽസിനെയും ഹ്യൂമൻസിനെയും ഇവർക്ക് എന്തില്ല? അത്ര കണ്ട് ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഇവരുടെ സ്ട്രക്ചർ നോക്കുമ്പോൾ ഒരു സിംഗിൾ സർക്കുലർ RNA ആണ് ഇവരുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. വൈറസിൽ ഉള്ളതും എന്നാൽ ഇവരിൽ ഇല്ലാത്തതുമായിട്ടുള്ള സ്ട്രക്ചർ ആണ് ഏതെന്ന് പറയുന്നത്? പ്രോട്ടീൻ കോട്ട് എന്ന് പറയുന്നത്. ഇനി ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, വൈറോയിഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഇത് ഡിസ്കവർ ചെയ്ത അല്ലെങ്കിൽ ഇത് കൊണ്ടുവന്ന സയന്റിസ്റ്റ് പലതവണ ചോദിച്ചിട്ടുള്ളതാണ് അല്ലെ. സോ ദ കൺസെപ്റ്റ് ഓഫ് വൈറോയിഡ്സ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1971 ഈ ഒരു വൈറോയിഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഫസ്റ്റ് കൊണ്ടുവന്നത് എപ്പോഴാണ്? 1971. അതായത് ഏത് സയന്റിസ്റ്റ് ആണെന്ന് വെച്ചാൽ നമ്മുടെ ഡൈനർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം കണ്ടെത്തിയത് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ വൈറോയിഡ് ആണ്. അപ്പോൾ ഏത് വൈറോയിഡാണ് കണ്ടെത്തിയത്? 1971 നമ്മുടെ ഡൈനർ ആണ് കണ്ടെത്തിയത് ഈ ഒരു വൈറോയിഡിനെ ആദ്യമായിട്ട്. അതും പൊട്ടറ്റോ പ്ലാന്റിലാണ് കണ്ടെത്തിയത് അല്ലെ. പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ വൈറോയിഡിനെയാണ് അദ്ദേഹം ആദ്യമായിട്ട് കണ്ടെത്തിയത്. അതപ്പോ എന്തിനെയായിരിക്കും അഫക്ട് ചെയ്യുന്നത്? ആ നെയിമിൽ തന്നെ ഉണ്ടല്ലേ. പൊട്ടറ്റോസിനെ അഫക്ട് ചെയ്യുന്ന പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ വൈറോയിഡ്സിനെ ആദ്യമായി 1971 ഡൈനർ കണ്ടെത്തുകയാണ് ചെയ്തത്. ഇനി ഇവയ്ക്ക് എന്താണ്? ലോ മോളിക്കുലാർ വെയിറ്റ് ആണ്. ഒരു യുണീക്ക് RNA സ്ട്രക്ചർ ആയിരുന്നു. വൈറോയിഡും എന്താണ്? നമ്മുടെ വൈറസിനെ പോലെ തന്നെ റെപ്ലിക്കേറ്റ് ഇൻ ഹോസ്റ്റ് സെൽ കോസ് ചേഞ്ചസ് ദാറ്റ് ഇവൻച്വലി കിൽ ദ പ്ലാന്റ് അല്ലെ. അപ്പൊ അവിടെ ഒരു സിമിലാരിറ്റി ആണ്. വൈറോയിഡ്സും എന്താണ്? വൈറസുകളെ പോലെ തന്നെ ഹോസ്റ്റിന്റെ ഉള്ളിലിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് അത് സ്ലോലി എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹോസ്റ്റ് സെൽ അല്ലെങ്കിൽ പ്ലാന്റ് സെല്ലിനെ കില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഇവരെ നമുക്ക് രണ്ട് ഫാമിലീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. ഇവർക്കും രണ്ട് ഫാമിലീസ് ഉണ്ട്. പോസ്പി വൈറോയിഡേ ഉണ്ട്. വെൻ റെപ്ലിക്കേറ്റ് ഇൻ ന്യൂക്ലിയസ് അല്ലെ. ന്യൂക്ലിയസിനുള്ളിൽ റെപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെയാണ് നമ്മൾ പോസ്പി വൈറോയിഡേ എന്ന് വിളിക്കുന്നത്. ഇനി ആബ്സെൻ വൈറോയിഡേ എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലോറോപ്ലാസ്റ്റിനുള്ളിൽ അല്ലെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണോ അതിന്റെ ബേസിസിലാണ് രണ്ട് ഫാമിലീസ് ഓഫ് വൈറോയിഡ്സ് ഉള്ളത്. ഫസ്റ്റ് ഫാമിലി എന്ന് പറയുന്നത് പോസ്പി വൈറോയിഡേ ആണ്. അവർ എവിടെയായിരിക്കും റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്? പോസ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസ് അല്ലേ. ന്യൂക്ലിയസിന് ഭയങ്കര പോസ് ആയിരിക്കും അല്ലെ. ന്യൂക്ലിയസ് ആണ് നമ്മുടെ കൺട്രോളിങ് ഏജന്റ് എന്നൊക്കെ പറയുന്നത്. സോ ന്യൂക്ലിയസിൽ എന്ത് ചെയ്യുകയാണ്? റെപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പോസ്പി വൈറോയിഡേ ആണ്. ഇനി എന്താണ്? ആബ്സെൻ വൈറോയിഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറോപ്ലാസ്റ്റിനുള്ളിലായിരിക്കും റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഇനി വൈറോയിഡ്സിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്ലാന്റ് സെൽസിൽ മൂവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതായത് വൈറോയിഡ്സ് ക്യാൻ മൂവ് വിത്തിൻ പ്ലാന്റ് സെൽസ് ത്രൂ ദ സ്ട്രക്ചേഴ്സ്.
കോൾഡ് പ്ലാസ്മോഡെസ്മീറ്റ. ഈ പ്ലാസ്മോഡെസ്മീറ്റ വഴിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വൈറോയിഡ്സിനെ പ്ലാന്റ് സെൽസുകളിൽ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, അവയ്ക്കൊരു ലോങ് ഡിസ്റ്റൻസിൽ പ്ലാന്റ്സിന്റെ ഫ്ലോയം, വാസ്കുലാർ ടിഷ്യൂസുമായിട്ടുള്ള ഫ്ലോയം യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ലോങ് ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യുവാനും സാധിക്കും. ഇനി നമ്മുടെ വൈറോയിഡ് ഡിസീസുകളുടെ എക്സാമ്പിൾസ് അല്ലെ, ചില സമയത്ത് ചോദിക്കാം ഈ ഡിസീസ് ആരാണ് കോസ് ചെയ്യുന്നത് നോക്കെ. സോ വൈറസ് മെയിൻ ആയിട്ട് എന്താണ്? പ്ലാന്റിനെയാണ് അഫക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ സർട്ടൺ പ്ലാന്റ് ഡിസീസുകളാണ് ഈ വൈറോയിഡ്സ് എന്ത് ചെയ്യുന്നത്? കോസ് ചെയ്യുന്നത്. സോ സിട്രസ് ഗമ്മി ബാർക്ക് വൈറോയിഡ്, ഗ്രേപ്പ് വൈൻ വൈറോയിഡ് അല്ലെ, ഡബിൾ പീച്ച് ഫ്രൂട്ട് ഡിസീസ് വൈറോയിഡ്, പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ വൈറോയിഡ്, പൊട്ടറ്റോസിനെ അഫക്ട് ചെയ്യുന്ന ആദ്യമായി കണ്ടെത്തിയത്. Then cucumber pale fruit viroid, ഡാപ്പിൾ പ്ലം ആൻഡ് പീച്ച് ഫ്രൂട്ട് ഡിസീസ് വൈറോയിഡ്, അങ്ങനെ വേരിയസ് ആയിട്ടുള്ള വൈറോയിഡ് ഡിസീസുകൾ ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് എന്ത് ചെയ്യാം? സമപ്പ് ചെയ്യാം. വൈറോയിഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്നിവിടെ ക്ലിയർ ചെയ്തിരിക്കുന്നത് അല്ലെ. മിക്കപ്പോഴും എക്സാംസിന് ചോദിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ ഈ കാണുന്നത് പോലെ തന്നെ എന്താണ്? ഭീകരനായിട്ടുള്ള ഒരാളാണ് ഈ വൈറോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? പക്ഷെ ഭീകരനാണെങ്കിലും ആർക്കാണ് കൂടുതലായിട്ടും പുള്ളിക്കാരൻ ഉപദ്രവിക്കുന്നത്? പ്ലാന്റ്സിനെയാണ് കൂടുതലായിട്ടും വൈറോയിഡ്സ് അറ്റാക്ക് ചെയ്യുന്നത്. ഇതിന്റെ ഒരു അറ്റാക്കിംഗ് ലിസ്റ്റിൽ ആനിമൽസോ അല്ലെങ്കിൽ ഹ്യൂമൻസോ വളരെ റെയർ ആണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. അപ്പൊ ഇവരെന്താണ് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ വൈറോയിഡ്സ് നമ്മുടെ വൈറസിനേക്കാൾ സ്മോളർ ആണ്. അത് മാത്രമല്ല ഇവയ്ക്ക് എന്താണ്? ഒരു സിംഗിൾ സർക്കുലർ RNA സ്ട്രാൻഡും അത് മാത്രവും പിന്നെന്താണുള്ളത്? ഒരു പ്രോട്ടീൻ കോട്ട് ആബ്സെന്റ് ആണല്ലേ. മെയിൻ വ്യത്യാസമാണ് ഈ വൈറസും വൈറോയിഡും തമ്മിലുള്ളത്. വൈറോയിഡുകൾക്ക് എന്തില്ല? പ്രോട്ടീൻ കോട്ടില്ല, ആ ഒരു സർക്കുലർ RNA മാത്രമേ ഉള്ളൂ. എന്നാൽ വൈറസുകളെ സംബന്ധിച്ച് പ്രോട്ടീൻ കോട്ടുണ്ട്. പിന്നെ ഇവർ മെയിൻ ആയിട്ടും ഇൻഫെക്ട് ചെയ്യുന്നത് ആരെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? പ്ലാന്റുകളെ മാത്രമാണ് ഇൻഫെക്ട് ചെയ്യുന്നത്. അനിമൽസിനെയും അല്ലെങ്കിൽ ഹ്യൂമൻസിനെയും ഇവരെ ഇൻഫെക്ട് ചെയ്യാറില്ല. പിന്നെ നമ്മൾ പറഞ്ഞത് ഇത് കണ്ടെത്തിയതെന്ന് പറയുന്നത് ഡൈനർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം പൊട്ടറ്റോയെ അഫക്റ്റ് ചെയ്യുന്ന പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ വൈറോയിഡ് ആണ് ആദ്യമായിട്ട് കണ്ടെത്തിയത്. പിന്നെ വൈറോയിഡ് വൈറസുകളെ പോലെ തന്നെ സെൽസിനുള്ളിൽ എത്തി, അതായത് ഹോസ്റ്റിന്റെ സെല്ലിൽ വെച്ചിട്ടാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അത് എവിടെ വെച്ച് റെപ്ലിക്കേറ്റ് ചെയ്യുന്നു എന്ന് സംബന്ധിച്ച് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പോസ്പി വൈറോയിഡ് എന്ന് പറയുമ്പോൾ അത് ന്യൂക്ലിയസിനുള്ളിൽ വെച്ച് റെപ്ലിക്കേറ്റ് ചെയ്യുകയും, അതുപോലെ തന്നെ ആബ്സെന്റ് വൈറോയിഡ് എന്ന് പറയുമ്പോൾ ക്ലോറോപ്ലാസ്റ്റിനുള്ളിലാണ് അത് റെപ്ലിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. പിന്നെ വൈറോയിഡ്സ് എന്താണ്? പ്ലാന്റ് സെല്ലിൽ കയറി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിൽക്കുകയല്ല ചെയ്യുന്നത്. അതിന് എന്ത് ചെയ്യാൻ പറ്റും? ട്രാവൽ ചെയ്യാൻ പറ്റും. പ്ലാന്റ് സെൽസിലൂടെ ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് പ്ലാസ്മോഡെസ്മീറ്റ. ഇനി ലോങ് ഡിസ്റ്റൻസിൽ വേണമെങ്കിലും പോകാം. ലോങ് ഡിസ്റ്റൻസിൽ പോകാനായിട്ട് അത് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഫ്ലോയത്തിനെയാണ് അല്ലെ, കണ്ടക്റ്റീവ് ടിഷ്യൂസ് ആയിട്ടുള്ള ഫ്ലോയത്തിനെ യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വേരിയസ് ആയിട്ടുള്ള പ്ലാന്റ് ഡിസീസുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ എന്താണ്? പ്ലാന്റ് ഡിസീസുകൾ കോസ് ചെയ്യുന്ന വൈറോയിഡുകളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വൈറോയിഡ്സിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ടത്. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.